ഗസയിലേക്ക് 5 ട്രക്കുകൾ മരുന്നുകൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖത്തറിൻ്റെയും ഫ്രാൻസിൻ്റെയും മധ്യസ്ഥതയിലാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നത്. ബന്ദികൾക്ക് 1 പെട്ടി മരുന്ന് ലഭിക്കുമ്പോൾ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് 1000 പെട്ടി മരുന്ന് നൽകുക എന്നതായിരുന്നു ഹമാസിൻ്റെ ആവശ്യം. ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം, ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഇങ്ങനെയൊരു ധാരണയിലേക്ക്, ഇങ്ങനെയൊരു മരുന്ന് എത്തിക്കലിലേക്ക് എത്തിയത്. നേരത്തെ ഫ്രാൻസിൽ നിന്ന് മരുന്ന് എത്തിക്കും എന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ ഹമാസ് അവിടെ പറയുന്നു, ഞങ്ങൾക്ക് ഫ്രാൻസിൽ നിന്നുള്ള മരുന്ന് സ്വീകാര്യമല്ല, ഫ്രാൻസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ്. ഇതിനെ തുടർന്ന് ഖത്തറിൽ നിന്നാണ് ഏറ്റവും അവസാനമായി ഗസയിലേക്ക് മരുന്ന് എത്തിച്ചത്. ആദ്യം ഈജിപ്തിലെ അൽ അരീഷ് വിമാനത്താവളത്തിൽ എത്തിച്ച മരുന്ന്, 2 വിമാനങ്ങളിലായി എത്തിച്ച മരുന്ന്, പിന്നീട് ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഗസയിലേക്ക് 5 ട്രക്കുകളിലായി എത്തിച്ചിട്ടുള്ളത്. ഇത് സമാധാനമേകുന്ന വാർത്തയാണെങ്കിലും ഇപ്പോഴും ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടരുകയാണ്. അൽ നാസർ ആശുപത്രിക്ക് സമീപം മുന്നറിയിപ്പില്ലാതെ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയെന്ന് ഡോക്ടർമാരുടെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ഏറ്റവും അവസാനമായും അറിയിച്ചിട്ടുണ്ട്. റഫേൽ ഇപ്പോൾ അല്പനിമിഷം മുമ്പ് നടന്ന ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നുള്ളത് പ്രദേശത്തെ മറ്റു ചില നീക്കങ്ങളാണ്. ഹൂത്തികൾക്ക് നേരെ US വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. 14 മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടായിരുന്നു ആക്രമണം. ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു, എവിടെയൊക്കെയാണ് നാശനഷ്ടങ്ങൾ എന്നത് സംബന്ധിച്ച് വരും മണിക്കൂറുകളിലാണ് വ്യക്തത വരിക. ഇതേസമയം ലെബനൻ അതിർത്തിയിലും വലിയ തോതിൽ സംഘർഷ സാധ്യത കനക്കുകയാണ്. വരും മാസങ്ങളിൽ ലെബനനിൽ ഒരു പുതിയ യുദ്ധമുഖം തുറക്കാൻ സാധ്യത കൂടുതലാണ് എന്നതാണ് ഇസ്രായേലിൻ്റെ സൈനിക മേധാവി ഏറ്റവും അവസാനമായും പറഞ്ഞത്. സൈനിക മേധാവി ഈ വടക്കൻ അതിർത്തിയിലെ പ്രദേശങ്ങൾ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇങ്ങനെ വിവിധയിടങ്ങളിൽ ആക്രമണവും പ്രത്യാക്രമണവും തുടരുകയാണ് ഗസയിലും ഗസയോടനുബന്ധിച്ചുമുള്ള പ്രദേശങ്ങളിൽ. ദിവ്യ.